ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമോ? തേങ്ങ ഉടക്കി സ്വാമി എന്ന് ജഗതി പറഞ്ഞ ഒരു സിനിമയിലെ രംഗം എൻ്റെ പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ആരാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ഇത്ര കണ്ട് ഭയക്കുന്നത്? ഇനി ഏതൊക്കെ വിഗ്രഹങ്ങളാണ് വീണുടയാനുള്ളത്? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ഈ കേസുമായി പോയവർ ആരൊക്കെ? ശരിക്കും അവരാണോ യഥാർത്ഥത്തിൽ കേസ് കൊടുത്തത്? അവരുടെ പിന്നിൽ കളിച്ചവർ ആരൊക്കെ? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പുറത്തു വരാനിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ ബാധിക്കുന്നത് ആരെയൊക്കെയാണ്? RR ടോക്സ് എന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം അതുതന്നെയാണ്. RR ടോക്സിലേക്ക് എൻ്റെ പ്രേക്ഷകർക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഹേമ കമ്മീഷൻ നിലവിൽ വരുന്നത് WCC എന്ന സംഘടനയുടെ പരാതിയിന്മേലാണ്. 2017 ഒരു പ്രമുഖ മലയാള നടിക്കെതിരെ നടന്ന ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ തുടർന്നാണ് WCC അഥവാ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപീകരിക്കുന്നത്. മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കായുള്ള സംഘടനയാണ് ഇത്. സ്ത്രീവിരുദ്ധ സമ്പ്രദായങ്ങൾക്കെതിരെ സാമൂഹികമായ അവബോധം കൊണ്ടുവരിക, കൂടാതെ മലയാള സിനിമാ വ്യവസായത്തിൽ ലിംഗഭേദമില്ലാതെയുള്ള സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വനിതാ കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള അവരുടെ ക്ഷേമത്തിനായുള്ള ഏകീകൃത ശബ്ദമായാണ് ഈ സംഘടന രൂപീകരിച്ചത്. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഈ സംഘടന മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു പരാതിയിന്മേലാണ് ഇത്തരത്തിലൊരു കമ്മീഷൻ രൂപീകൃതമാകുന്നത്. അതാണ് ഈ ഹേമ കമ്മീഷന്റെ ഒരു തുടക്കം. ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം KB വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ. രാജ്യത്ത് തന്നെ നടാടെയുള്ള സംഭവമായിരുന്നു ഒരു സർക്കാർ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത്. ഏകദേശം 1.5 വർഷത്തിന് ശേഷം 2019 ഡിസംബർ 31 ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. സിനിമാ മേഖലയിലെ സ്ത്രീകൾ ലൈംഗിക പീഡനം, തൊഴിൽപരമായ വിവേചനം, ലിംഗവിവേചനം എന്നിവ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. സിനിമകളിൽ അവസരം ലഭിക്കുന്നതിന് ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന സാഹചര്യം, ചിത്രീകരണ സ്ഥലത്ത് ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ പോലും ഇല്ലാത്ത അവസ്ഥ, അതിക്രമങ്ങൾക്കൊപ്പം അശ്ലീല പദപ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്നത് തുടങ്ങി സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന കടുത്ത ചൂഷണങ്ങളാണ് കമ്മീഷൻ കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാതെ ഇതിനെക്കുറിച്ച് പൂർണ്ണമായ റിപ്പോർട്ടുകളൊന്നും തന്നെ ആധികാരികമായി പറയുന്നത് ശരിയുമല്ല. എന്നാൽ ജസ്റ്റിസ് ഹേമ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? റിപ്പോർട്ടിൽ പറയുന്നത് പോലെ സർക്കാർ ചെയ്താൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപകാരപ്രദമായിരിക്കും. ഞാനത് ചെയ്തു, സർക്കാരിനെ ഏൽപ്പിച്ചു, ഇനി സർക്കാരാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും ജസ്റ്റിസ് ഹേമ പറഞ്ഞു. കൂടുതൽ പ്രതികരണത്തിന് തൽക്കാലമില്ല. മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്കായി സർക്കാർ ചിലവാക്കിയത് ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിലാണ്. 3 വർഷമായി സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ എന്തിനാണ് സർക്കാർ ഇത്ര പേടിക്കുന്നത്? കാര്യം വളരെ നിസ്സാരമാണ്, അല്ലെങ്കിൽ കാര്യം വളരെ ലളിതമാണ്. ഇന്ന് മലയാളികൾ ദൈവത്തിന് തുല്യമായി മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള പല വിഗ്രഹങ്ങളും നിമിഷ നേരം കൊണ്ട് വീണുടയുന്ന വാർത്തകളായിരിക്കും ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരിക എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിൽ നിന്ന് തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മാധ്യമ ലോകത്ത് നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ വിമൻ ഇൻ കളക്റ്റീവ് ഇതിന് കുറച്ചുകൂടി ശക്തമായി വന്ന് ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് RR ടോക്സിൻ്റെ അഭിപ്രായം. ഏറ്റവും ഒടുവിലായി ഒരു പ്രമുഖ നടിയടക്കം നൽകിയിരിക്കുന്ന ഹർജിയിൽ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളുടെ സ്വകാര്യതയെ മാനിച്ച് ഈ റിപ്പോർട്ട് പുറത്തു വിടരുത്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്താണെന്ന് അവർക്ക് മുൻകൂറായി കാണണം എന്നാണ് RR ടോക്സ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണിത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നാലും ഇല്ലെങ്കിലും സർക്കാരിന് ഈ റിപ്പോർട്ട് യഥാസമയം പുറത്തുവിടുവാനും അതിന് സത്വര നടപടികൾ സ്വീകരിക്കാനുമുള്ള സമയം യഥേഷ്ടമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത്? ഈ കാര്യം കണക്കിലെടുത്ത് RR ടോക്സിന് 2-3 ചോദ്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുടെ സമക്ഷം തന്നെ ചോദിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത സംഘടനയാണ് അമ്മ എന്ന് പറയേണ്ടിയിരിക്കുന്നു. മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആവശ്യപ്പെടാനുള്ള ആർജവം അമ്മയുടെ സംഘടനാ സെക്രട്ടറിക്കോ പ്രസിഡന്റിനോ അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഒരു താരങ്ങൾക്കോ ഇല്ല എന്ന് വേണം പറയാൻ. മമ്മൂട്ടിയാകട്ടെ, മോഹൻലാലാകട്ടെ, ഇപ്പോഴത്തെ യുവ താരനിരയാകട്ടെ, ആരും തന്നെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നത് RR ടോക്സിനെ അമ്പരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കെല്ലാം അറിയാം, നടൻ സിദ്ദിഖ് മോഹൻലാലിനെതിരെ എന്തോ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ചെകുത്താൻ എന്ന് വിളിക്കുന്ന അജു അലക്സിനെതിരെ കേസ് നൽകി. അതേപോലെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് മനോരമ കോൺക്ലേവിൽ മുൻ DGPയുടെയും ഒരു ഹൈക്കോടതി ജഡ്ജിയുടെയും സമക്ഷത്തിൽ ആർജവത്തോടുകൂടി മാധ്യമങ്ങളാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരെ കൈകടത്തിയത് എന്ന അഭിപ്രായം പറയുന്ന ശക്തനായ സിദ്ദിഖ് പോലും ഇതിനെ അനുകൂലമായ ഒരു അഭിപ്രായം പറഞ്ഞില്ല എന്നത് എന്തൊക്കെയോ സംശയങ്ങൾ ഉളവാക്കുന്നു. ആരെയൊക്കെയോ രക്ഷിക്കാൻ, എന്തൊക്കെയോ മറയ്ക്കാൻ ഇവരൊക്കെ കൂട്ടായി ശ്രമിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം RR ടോക്സിന് സർക്കാരിനോട് ചോദിക്കാനുള്ളത്, ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ എല്ലാം ടാക്സ് ഉപയോഗിച്ചാണ് 1 കോടി രൂപയ്ക്ക് മേളിൽ ചിലവാക്കി ഇങ്ങനൊരു കമ്മീഷനെ നിയമിച്ചതും ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നതും.
ഇത് പുറത്തുവിടാനോ ഇത് പബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ സത്വര നടപടികൾ സ്വീകരിക്കാനോ തയ്യാറില്ല എങ്കിൽ എന്തിനാണ് ഞങ്ങളുടെ നികുതി പണം ഇത്തരത്തിൽ ചിലവഴിച്ചത്? ഇതിനാര് ഉത്തരം പറയും? മുഖ്യമന്ത്രി പറയുമോ? ഈ മന്ത്രിസഭ പറയുമോ? മൂന്നാമതായി ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമാണ്, ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് പോലെ ഈ കമ്മിറ്റിക്ക് മുമ്പായി ഏതെങ്കിലും സ്ത്രീകൾ തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമേറിയ ഒരു ക്രിമിനൽ കുറ്റമാണ്. ആരുടെയും സ്വകാര്യതയുടെ പേരിൽ ആ കുറ്റം മറച്ചുവെക്കാനോ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാതിരിക്കാനോ ആർക്കും നിയമപരമായ അവകാശമില്ല. സർക്കാരാകട്ടെ സംഘടനകളാകട്ടെ ആരെങ്കിലും അത് മറച്ചുവെക്കാൻ ശ്രമിച്ചാൽ ശരിക്കും കുറ്റത്തിന് കൂട്ടുത്തരവാദികളായി മാറും എന്നതാണ് സത്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ സംബന്ധിച്ച് ഇത്ര ഗൗരവത്തോടു കൂടിയുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടക്കുമ്പോൾ വീണ്ടും RR ടോക്സ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അമ്മ സംഘടനയിലെ ഒരു പുരുഷനോ സ്ത്രീയോ ഇതിനെ അനുകൂലിച്ച് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ് എന്നൊരു വാക്ക് പറയുവാൻ ആർജവം കാട്ടാത്തത്? എന്തായാലും ഈ വിഷയത്തിൽ എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. RR ടോക്സ് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ കമൻറ്റാണ് RR ടോക്സിൻ്റെ പ്രചോദനം. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.